വിദേശ രാജ്യങ്ങളിലെ ജയിലുകളിൽ കഴിയുന്ന ഇന്ത്യക്കാരുടെ എണ്ണം ഞെട്ടിക്കുന്നതാണ്. 10,000-ത്തിലധികം ഇന്ത്യക്കാർ നിലവിൽ വിദേശ ജയിലുകളിലുണ്ടെന്നും ഇതിൽ 49 പേർ വധശിക്ഷ നേരിടുന്നുണ്ടെന്നും സർക്കാർ കണക്കുകൾ വ്യക്തമാക്കുന്നു. നിയമപരമായ കുരുക്കുകൾ വിദേശ രാജ്യങ്ങളിൽ ഒരുപാട് ഇന്ത്യക്കാർക്ക് വെല്ലുവിളിയാകുന്നുണ്ട്. ഇത് ഇന്ത്യൻ നയതന്ത്രത്തിന് വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത്. ചെറിയ കുറ്റകൃത്യങ്ങൾ മുതൽ കൊലപാതകം, മയക്കുമരുന്ന് കടത്ത് തുടങ്ങിയ ഗുരുതര കുറ്റകൃത്യങ്ങൾ വരെ ആരോപിക്കപ്പെടുന്ന ഇന്ത്യക്കാർ പലപ്പോഴും ഇന്ത്യയിലെ നിയമവ്യവസ്ഥയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ നിയമവ്യവസ്ഥകളാണ് നേരിടുന്നത്. മതിയായ നിയമസഹായമോ നയതന്ത്ര ഇടപെടലുകളോ ലഭിക്കാതെയാണ് പലരും ഇത്തരം സാഹചര്യങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുന്നത്. ഈ കേസുകളിൽ ഏറ്റവും ശ്രദ്ധേയവും അടിയന്തരവുമായ ഒന്നാണ് യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ കേസ്. പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിനിയായ നിമിഷപ്രിയയെ 2017 തന്റെ യമനി ബിസിനസ് പങ്കാളിയായ തലാൽ അബ്ദുമൈദിയെ കൊലപ്പെടുത്തിയ കുറ്റത്തിനാണ് വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നത്. തന്റെ പാസ്പോർട്ട് തിരികെ ലഭിക്കാനായി മേദിയെ മയക്കുമരുന്ന് കുത്തിവെച്ച് മയക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് സ്ഥിതി വഷളായതെന്നാണ് റിപ്പോർട്ടുകൾ. നിമിഷയും ഒരു യമനി കൂട്ടാളിയും ചേർന്ന് മേദിയുടെ മൃതദേഹം വെട്ടി നുറുക്കി ഒരു ജലസംഭരണിയിൽ ഒളിപ്പിക്കുകയായിരുന്നുവെന്ന് PTI റിപ്പോർട്ട് ചെയ്തു. യമനിലെ ശരിയ നിയമപ്രകാരം നടന്ന വിചാരണയിൽ 2018 നിമിഷപ്രിയയെ വധശിക്ഷയ്ക്ക് വിധിച്ചു. ഈ വിധിക്ക് ശേഷം വധശിക്ഷ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് യമനിലെ കോടതിയെ സമീപിച്ചുവെങ്കിലും അനുകൂല നിലപാട് ഉണ്ടായില്ല. 2023 നിമിഷയുടെ അപ്പീല് തള്ളി. 2025 ജൂലൈ 16 വധശിക്ഷ നടപ്പാക്കാൻ നിശ്ചയിച്ചിരുന്നത്. ഹൂതി നിയന്ത്രിത യമൻ ഭരണകൂടവുമായി ഇന്ത്യക്ക് ഔദ്യോഗിക നയതന്ത്ര ബന്ധമില്ലാത്തതിനാൽ ഈ വിഷയത്തിൽ തങ്ങളുടെ കൈകൾ കെട്ടിയിട്ട അവസ്ഥയിലാണ് ഇന്ത്യൻ സർക്കാർ. അനൌദ്യോഗിക ചർച്ചകളിലൂടെയും സ്വാധീനമുള്ള പ്രാദേശിക വ്യക്തികളെ സമീപിച്ചും ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും സാഹചര്യം ഇപ്പോഴും അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. ശരിയ നിയമത്തിലെ ബ്ലഡ് മണി എന്ന വ്യവസ്ഥ മാത്രമാണ് നിമിഷപ്രിയയ്ക്ക് മുന്നിലുള്ള ഒരേയൊരു പ്രതീക്ഷ. കൊല്ലപ്പെട്ടയാളുടെ കുടുംബം സാമ്പത്തിക നഷ്ടപരിഹാരം സ്വീകരിക്കുകയാണെങ്കിൽ വധശിക്ഷ ഒഴിവാക്കാൻ ഈ വ്യവസ്ഥ അനുവദിക്കുന്നു. എന്നാൽ ഇത് പൂർണ്ണമായും വ്യക്തിഗതമായ ഒരു നടപടി ആയതിനാൽ ഈ പ്രക്രിയയിൽ നേരിട്ട് ഇടപെടാൻ ഇന്ത്യൻ സർക്കാരിന് കഴിയില്ല. ബന്ധങ്ങൾ സുഗമമാക്കാൻ മാത്രമേ സാധിക്കൂ. നിമിഷപ്രിയയുടെ കുടുംബവും സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ പോലുള്ള സംഘടനകളും ദിയാധനം സമാഹരിച്ച് ഇതിനായുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്. വധശിക്ഷ ഒഴിവാക്കാനായി ദിയാധനം കൂടുതൽ നൽകാൻ തയ്യാറാണെന്ന് നിമിഷപ്രിയയുടെ അമ്മയും സാമൂഹിക പ്രവർത്തകനായ സാമുൽ ജോണും ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥരുമായി സനയിൽ വെച്ച് നടത്തിയ കൂടിക്കാഴ്ചയിൽ അറിയിച്ചിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനും നിമിഷപ്രിയയുടെ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് കത്തെഴുതിയിട്ടുണ്ട്. ഔദ്യോഗിക നയതന്ത്ര മാർഗങ്ങൾക്ക് പുറമെ സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ പോലുള്ള സാമൂഹിക കൂട്ടായ്മകൾ കാര്യങ്ങൾ ജനശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനും നേരിട്ടുള്ള ചർച്ചകൾ സുഗമമാക്കുന്നതിനും നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. ഇത്തരം ഗ്രൂപ്പുകൾക്ക് ഔദ്യോഗിക കാലതാമസങ്ങൾ ഒഴിവാക്കി കുടുംബങ്ങളുമായും പ്രാദേശിക അധികാരികളുമായും യമനിലെ ഗോത്ര തലവന്മാരെ പോലുള്ള അനൌദ്യോഗിക ശക്തികളുമായും നേരിട്ട് ബന്ധപ്പെടാൻ സാധിക്കും. ഇനി നിമിഷപ്രിയയുടെ ഈ ഒരു കേസ് ഒരൊറ്റപ്പെട്ട സംഭവമല്ല. കണക്കുകൾ വ്യക്തമാക്കുന്നത് ഒരൊറ്റ കേസിനും അപ്പുറം ഇതൊരു പാറ്റേൺ ആണ് എന്നാണ്. 2025 മാർച്ച് വരെയുള്ള കണക്കുകൾ പ്രകാരം 49 ഇന്ത്യൻ പൗരന്മാരാണ് 8 രാജ്യങ്ങളിലായി വധശിക്ഷ നേരിടുന്നത്. ഇതിൽ 25 പേർ UAE-യിലും 11 പേർ സൗദി അറേബ്യയിലും 6 പേർ മലേഷ്യയിലും ബാക്കിയുള്ളവർ കുവൈറ്റ്, ഇന്തോനേഷ്യ, ഖത്തർ, US, യമൻ എന്നിവിടങ്ങളിലുമാണ്. കൊലപാതകം, മയക്കുമരുന്ന് കടത്ത്, ചാരവൃത്തി, സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ, ചിലത് കർശനമായ നിയമവ്യവസ്ഥകളുള്ള രാജ്യങ്ങളിലെ മതപരമായ നിയമങ്ങളുടെ ലംഘനങ്ങൾ തുടങ്ങിയവയാണ് ഈ കേസുകൾക്ക് പിന്നിലെ കാരണങ്ങൾ. ഉദാഹരണത്തിന് സൗദി അറേബ്യയിലെയും കുവൈത്തിലെയും സമീപ വർഷങ്ങളിൽ വധശിക്ഷയ്ക്ക് വിധേയരാക്കപ്പെട്ട നിരവധി ഇന്ത്യക്കാർ മയക്കുമരുന്ന് കേസുകളിൽ ഉൾപ്പെട്ടവരായിരുന്നുവെന്ന് വിദേശകാര്യ മന്ത്രാലയം ഈ വർഷം മാർച്ചിൽ രാജ്യസഭയെ അറിയിച്ചിരുന്നു. വിദേശ രാജ്യങ്ങളിലെ ഇന്ത്യൻ നയതന്ത്ര കാര്യാലയങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകളും ചില്ലറയല്ല. നൂൽപാലത്തിലൂടെ സഞ്ചരിക്കുന്നതിന് തുല്യമാണ് ഇവരുടെ കാര്യങ്ങൾ. തടവിലുള്ളവരെ സന്ദർശിക്കൽ, അഭിഭാഷകരെയും പരിഭാഷകരെയും ഏർപ്പാടാക്കൽ, അപ്പീലുകൾക്കും ദയാഹർജികൾക്കും സഹായിക്കൽ എന്നിവയുൾപ്പെടെയുള്ള നിയമപരവും കൗൺസിലർ സഹായങ്ങളും നൽകുക, അങ്ങനെ നിരവധി ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ആതിഥേയ രാജ്യത്തിന്റെ പരമാധികാരത്തിനാണ് എല്ലായ്പ്പോഴും മുൻഗണന. യമൻ പോലുള്ള സംഘർഷബാധിത പ്രദേശങ്ങളിൽ കേന്ദ്രഭരണത്തിന് ശക്തിയില്ലാത്തതും അതുപോലെ ഇന്ത്യക്ക് ഹൂതികളുമായി ഔപചാരിക അംഗീകാരമില്ലാത്തതും ഈ അടിസ്ഥാനപരമായ ഇടപെടലുകൾ പോലും അസാധ്യമാക്കുന്നു. കൂടാതെ പല ഇന്ത്യൻ പൗരന്മാർക്കും നിയമപരമായ അവബോധമില്ലായ്മ, ഭാഷാപരമായ തടസ്സങ്ങൾ, ഫലപ്രദമായ നിയമസഹായത്തിന് സാമ്പത്തിക ശേഷിയില്ലായ്മ എന്നിവയും വെല്ലുവിളിയാണ്. സംഘർഷ മേഖലകളിലോ സ്വച്ഛാധിപത്യ ഭരണകൂടങ്ങളിലോ നീതിയുക്തമായ വിചാരണയും നിയമപരമായ നടപടികളും എപ്പോഴും ഉറപ്പുമല്ല. പ്രവാസി ഇന്ത്യക്കാർ, പ്രത്യേകിച്ച് തൊഴിലാളികൾ കൂടുതലായുള്ള UAE, സൗദി അറേബ്യ തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളിലാണ് നിയമപരമായ കേസുകളിൽ ഉൾപ്പെടുന്ന ഇന്ത്യക്കാരുടെ എണ്ണം കൂടുതലുള്ളത്. UAE-ൽ മാത്രം 2500-ലധികം ഇന്ത്യൻ തടവുകാരുണ്ടെന്നും 25 പേർക്ക് വധശിക്ഷ വിധിക്കപ്പെട്ടതായും വിദേശകാര്യ മന്ത്രാലയം പറയുന്നു. ഇത് എല്ലാ വിദേശ രാജ്യങ്ങളിലെയും ഏറ്റവും ഉയർന്ന നിരക്കാണ്.
UAE സർക്കാർ വധശിക്ഷയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പരസ്യമായി പുറത്തുവിടാറില്ല എങ്കിലും ഇന്ത്യൻ അധികാരികൾ അനൌദ്യോഗിക ചാനലുകളിലൂടെയാണ് വിവരങ്ങൾ ശേഖരിക്കുന്നത്. പലപ്പോഴും തൊഴിൽ തർക്കങ്ങൾ, വ്യാജ തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിക്കൽ, കള്ളക്കടത്ത്, മാനസിക സമ്മർദ്ദമുള്ള തൊഴിൽ സാഹചര്യങ്ങളിലെ അക്രമ സംഭവങ്ങൾ എന്നിവയാണ് ഈ കേസുകൾക്ക് കാരണം. ചില സന്ദർഭങ്ങളിൽ തെറ്റായ സമയത്ത് തെറ്റായ സ്ഥലങ്ങളിൽ പോകുന്നതോ അല്ലെങ്കിൽ നിയമവിരുദ്ധ ശൃംഖലകളിൽ കുടുങ്ങുന്നതോ കാരണം ശിക്ഷിക്കപ്പെടുന്നവരുമുണ്ട്. 2023-നും 2024-നും ഇടയിൽ സൗദി അറേബ്യ, കുവൈറ്റ്, മലേഷ്യ എന്നിവിടങ്ങളിൽ നിരവധി ഇന്ത്യക്കാർ വധശിക്ഷയ്ക്ക് വിധേയരാക്കപ്പെട്ടിട്ടുണ്ട്. 2024-ൽ മാത്രം കുവൈറ്റിലും സൗദി അറേബ്യയിലും 3 വീതം വധശിക്ഷകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. 2023-ൽ കുവൈറ്റിലും സൗദി അറേബ്യയിലും 5 ഇന്ത്യക്കാരെ വീതവും അതുപോലെ മലേഷ്യയിൽ ഒരാളെയും വധശിക്ഷയ്ക്ക് വിധേയരാക്കി. ഈ രാജ്യങ്ങളിൽ നിയമപരമായ തീരുമാനങ്ങൾ അതിവേഗം വധശിക്ഷയിലേക്ക് എത്തുന്നുവെന്ന് ഇത് എടുത്തു കാണിക്കുന്നു. വിദേശ രാജ്യങ്ങളിലെ പൗരന്മാർക്ക് വേണ്ടി ശക്തമായി വാദിക്കുന്നതിൽ ഇന്ത്യക്ക് നല്ലൊരു ചരിത്രമുണ്ടെങ്കിലും പരമാധികാര രാജ്യങ്ങളിലെ ക്രിമിനൽ വിധികൾ റദ്ദാക്കാൻ ഇന്ത്യക്ക് യാതൊരു സ്വാധീനവുമില്ല. നിയമപരമായ അപ്പീലുകൾക്ക് പിന്തുണ നൽകാനും NGO-കളുമായി സഹകരിക്കാനും ദയാഹർജികൾക്ക് സൗകര്യമൊരുക്കാനും സർക്കാരിന് സാധിക്കുമെങ്കിലും അന്തിമ തീരുമാനം ആതിഥേയ രാജ്യത്തിന്റെ നീതിന്യായ വ്യവസ്ഥയുടെയോ ഭരണാധികാരിയുടെയോ കയ്യിലാണ്. ഈ പ്രശ്നങ്ങളെല്ലാം വിദേശ രാജ്യങ്ങളിൽ കഴിയുന്ന ഇന്ത്യൻ പൗരന്മാരുടെ, പ്രത്യേകിച്ച് നിയമപരമായ സഹായങ്ങൾ ലഭ്യമല്ലാത്ത തൊഴിലാളികളുടെയും അതുപോലെ താഴ്ന്ന വരുമാനക്കാരുടെയും ദയനീയ സാഹചര്യത്തെയാണ് അടിവരയിടുന്നത്. വിദേശത്തുള്ള ഇന്ത്യക്കാരുടെ സുരക്ഷയും ക്ഷേമവുമാണ് തങ്ങളുടെ മുൻഗണനയെന്ന് സർക്കാർ ഉറപ്പു നൽകുന്നുണ്ടെങ്കിലും ലോകമെമ്പാടുമുള്ള 10,000-ത്തിലധികം തടവുകാരുടെ വലിയ സംഖ്യ കണക്കിലെടുക്കുമ്പോൾ വ്യക്തിഗത ഇടപെടൽ ഒരു വലിയ വെല്ലുവിളി തന്നെയാണ്. ഈ വിഷയത്തിൽ മുന്നോട്ടു പോകാൻ ചില വഴികളുണ്ട്. കർശന നിയമവ്യവസ്ഥകളുള്ള രാജ്യങ്ങളിലേക്ക് പോകുന്ന ഇന്ത്യൻ കുടിയേറ്റക്കാർക്കായി യാത്ര പുറപ്പെടുന്നതിന് മുൻപ് തന്നെ കൂടുതൽ അവബോധ പരിപാടികൾ സംഘടിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. പ്രാദേശിക നിയമങ്ങൾ, സാംസ്കാരിക രീതികൾ, നിയമപരമായ അവകാശങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള അവബോധം നൽകുന്നത് ഒരു ആദ്യഘട്ട പ്രതിരോധമായി തന്നെ പ്രവർത്തിക്കും. കൂടാതെ ഇന്ത്യൻ പൗരന്മാർ ഒറ്റപ്പെട്ടു പോകുന്നത് തടയാൻ ഉഭയകക്ഷി നിയമസഹായ ഉടമ്പടികൾ, വേഗത്തിലുള്ള കൗൺസിലർ പ്രവേശനം, നിയമപരമായ പ്രതിരോധ ഫണ്ടുകൾ എന്നിവയുടെ ആവശ്യകതയും നിലവിലുണ്ട്. ഇന്ത്യയുടെ വിപുലമായ നയതന്ത്ര ശൃംഖല ഇത്തരം പരിഷ്കാരങ്ങൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ടെങ്കിലും ശക്തമായ രാഷ്ട്രീയ ഇച്ഛാശക്തിയും തുടർച്ചയായ ഫണ്ടിങ്ങും ഇതിന് നിർണായകമാണ്. മികച്ച ജീവിതം എന്ന സ്വപ്നം പലപ്പോഴും നിയമപരമായ പേടി സ്വപ്നങ്ങളായി മാറുന്ന ആഗോള കുടിയേറ്റത്തിന്റെ ഇരുണ്ട മുഖമാണ് നിമിഷപ്രിയെ പോലുള്ളവരുടെ ദുരവസ്ഥകൾ വ്യക്തമാക്കുന്നത്. ഇന്ത്യൻ സർക്കാർ സാധ്യമായ എല്ലാ സഹായങ്ങളും ഇടപെടലുകളും തുടരുമ്പോഴും വിദേശ രാജ്യങ്ങളിൽ പരമാധികാര നിയമത്തിന് മുൻഗണനയുണ്ടെന്ന യാഥാർത്ഥ്യം നിലനിൽക്കുന്നു. കൂടുതൽ ഇന്ത്യക്കാർ വിദേശത്തേക്ക് അവസരങ്ങൾ തേടുമ്പോൾ അവർക്ക് ആവശ്യമായ അറിവും നിയമപരമായ പിന്തുണയും സ്ഥാപനപരമായ സഹായവും ഒക്കെ നൽകുന്നത് ഒരു നയതന്ത്രപരമായ ഉത്തരവാദിത്തം മാത്രമല്ല, ഒരു മാനുഷിക കടമ കൂടിയാണ്.